ഹലോ, നമ്മളിന്ന് പാലക്കാട് പോവാണ്. രാമശ്ശേരി ഇഡ്ഡലി ട്രൈ ചെയ്യാൻ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നൊരു ബക്കറ്റ് ലിസ്റ്റ് പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ അവിടേക്ക് രാവിലെ തന്നെ പോയി 6 മണിക്ക് ആ കട തുറക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു 6 മണി 6:30 എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ 7:30 എന്നിട്ട് അത് ലേറ്റായിട്ട് ഞങ്ങളങ്ങോട്ട് പോയി എത്തി. ഒരു 8:50 9 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി വീട്ടിൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ദോശയും പത്തിരിയൊന്നുമല്ല കേട്ടോ, ഇതാണ് ഇഡ്ഡലി ഇവിടുത്തെ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇഡ്ഡലി. ഭയങ്കര സോഫ്റ്റാണ്, അതേ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റുമാണ്. എന്ത് കുറച്ച ചട്നിയാണ് എണ്ണ. അതെ, നോക്കുമ്പോ എന്താന്ന് നമുക്ക് 2 പറഞ്ഞു. 4 കാപ്പി, 1 ചായ, 1 പാൽ. കാപ്പി, പരിപ്പോടെ സോ ക്രഞ്ചി. ഇപ്പം ഈ കണ്ട പോലെ തന്നെ ഈ 1-2 ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ, ചട്നി, പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ദോശപ്പൊടി ഉണ്ട്, പിന്നെ മറ്റേ തക്കാളി ചട്നി ഉണ്ട്. അത് കുറച്ച് ലേശം എരിവുള്ള പോലത്തെ. ഇതിൽ എല്ലാം നല്ല വലിയ എരിവല്ല, അങ്ങനെ വലിയ എരിവില്ലായ്മയോ അങ്ങനെയൊന്നുമില്ല, എല്ലാം പാകത്തിന്. പിന്നെ വടയും പരിപ്പുവട, പിന്നെ നല്ല കോഫി ആയിരുന്നു കേട്ടോ, സൂപ്പർ കോഫി ആയിരുന്നു അവിടെ. പരിപ്പുവട നല്ല ക്രഞ്ചി ആയിരുന്നു, പക്ഷെ വട അത്രയും ക്രഞ്ചി ആയിരുന്നില്ല. വട ഓക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു 3-4 ഐറ്റം ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് അവർ ഇഡ്ഡലി തന്നെയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് കായ ബജ്ജി, പഴംപൊരി, 2 സാധനം കൂടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആ ചേച്ചി ആ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഓണർ, അതായത് അവർ പറഞ്ഞത് 5th ജനറേഷനാണ് എന്നാണ് പറഞ്ഞത്. അവർ 5th ജനറേഷനാണ് ഈ കട നോക്കി നടത്തണതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, മോനെ ഉള്ളിലേക്ക് പൊക്കോളോ, വീഡിയോ എടുത്തോളോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നപ്പോൾ 2 ചേച്ചിമാർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് ഇതേപോലെ. അപ്പോൾ എൻ്റെ ചേച്ചി അപ്പുറത്ത് നിന്നിട്ട് അവരടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക അവരെ കാര്യങ്ങൾ. ഇത് എത്ര നേരം വെക്കണം, ഇതെങ്ങനെയാണ്, എത്ര എണ്ണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കലം കണ്ടില്ലേ, ആ കലത്തിൻ്റെ ഉള്ളിൽ 3 എണ്ണമാണ്, 3 ഇഡ്ഡലിയാണ് പ്രിപ്പയർ ആവുക. അപ്പോൾ അതേപോലെ 3 കലുണ്ട് ഒരാൾക്ക്, അങ്ങനെ അപ്പുറത്തും ഉണ്ട്. അപ്പോൾ 9 അങ്ങനെ 18 ഇഡ്ഡലി അറ്റേ ടൈമിൽ ഇങ്ങനെ മാറി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വലിയ ചെമ്പുണ്ട്, ആ ചെമ്പിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് 10-20 ഇഡ്ഡലി കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നമ്മളവിടെ എത്തിയ സമയത്ത് പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ആൾക്കാരായിരുന്നു, വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള കുറേ പേര് കഴിക്കുന്നുണ്ട്, കുറേ പേര് കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കട ശരിക്കും പറഞ്ഞാൽ 6 മണിക്ക് തുടങ്ങും. ഹോളിഡേ സമയത്ത് അവർ 4 മണിക്ക് അത്ര ഉണ്ടാക്കാൻ തുടങ്ങും, അതല്ലെങ്കിൽ അവർ 5:30 ആ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പാലക്കാട് ഏരിയയിലേക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കടയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് വരിക, വീക്കെൻഡ് പരമാവധി ഒഴിവാക്കുക. അതൊരു ഉചിതമായ ഒരു തീരുമാനമായിരിക്കും. കാരണം നല്ല തിരക്കാണ്. ഓൾറെഡി വീക്കെൻഡിൽ റോഡിലും നല്ല തിരക്കായിരിക്കും, പിന്നെ കടയിലും വന്നാലും നല്ല തിരക്ക്, പിന്നെ ഇഡ്ഡലി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.